നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ടീനേജേഴ്സിന്റെ മൊബൈൽ അഡിക്ഷനെ പറ്റി ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നമ്മുടെ മാതാപിതാക്കളുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കൊച്ചു കുട്ടികൾക്ക് നമ്മൾ ഫോൺ കൊടുക്കുക. ഇപ്പം അവർക്ക് കഴിച്ചില്ലെങ്കിൽ കഴിക്കാൻ വേണ്ടി ഫോൺ കൊടുക്കുക, വീഡിയോ കണ്ടുകൊണ്ടവർ കഴിക്കുന്നു. അതേപോലെ തന്നെ എവിടെയെങ്കിലും അവർ അടങ്ങിയിരിക്കാൻ വേണ്ടി അവർക്ക് ഫോൺ കൊടുക്കുക. ഇതെന്നൊക്കെ പറയുമ്പം കുട്ടികൾ ഈ ഒരു ഫോൺ കാണുന്ന പോലെ അതിനോടങ്ങ് അഡിക്റ്റ് ആയിപ്പോകും. അപ്പം പിന്നെ ഈ ഫോൺ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഫുഡ് കഴിക്കൂ. അതേപോലെ തന്നെ അവർ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊന്നും അവർ ഏർപ്പെടുന്നില്ല. അവർ ഈ ഫോണിൽ തന്നെ മുഴുകിയിരിക്കും. അവർക്കെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കുറച്ച് നാൾ നല്ല ആക്റ്റീവായിട്ടുള്ള ടൈമായിരിക്കും. അവർ ഈ ആക്റ്റീവായിട്ടുള്ള ടൈമിൽ അവർ കളിക്കുന്നതിന് പകരം ഇതേപോലെ ഫോൺ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയും. ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കുറച്ച് നാൾ ഈ രണ്ട് മൂന്നാല് വയസ്സെന്നൊക്കെ പറയുമ്പം അവർ വളർന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഡെവലപ്പിംഗ് സ്റ്റേജാണ്. ആ സ്റ്റേജിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ വേണ്ട ഒരു സ്റ്റേജാണ്. നമ്മുടെ എളുപ്പത്തിന് വേണ്ടി ഇവർക്ക് ഫോൺ കൊടുക്കുമ്പോൾ അത് അവരുടെ ഭാവിയാണ് പ്രതികൂലമായിട്ട് ബാധിക്കുന്നത്. ഇപ്പം ഫോൺ കൊടുക്കുന്നതിന് പകരം നമുക്ക് അവർക്ക് ബിൽഡിംഗ് ബ്ലോക്സോ അല്ലെങ്കിൽ പസിൽസോ അങ്ങനത്തെ ഉള്ള എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കും. ഒരിടത്ത് അടക്കി ഇരുത്താനാണെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനാണെങ്കിലും അവരെ പുറത്തൊക്കെ കൊണ്ടുപോയി പുറത്തെ കാര്യങ്ങളൊക്കെ കാണിച്ച് അവർക്ക് ഫുഡ് കൊടുക്കുക. കുറച്ച് ടൈം എടുക്കുമായിരിക്കാം, പക്ഷേ നമ്മളുടെ കുട്ടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണത്. എപ്പോഴും ഫോൺ കൊടുത്ത് അവർക്ക് ഫുഡ് കൊടുക്കാതെ അതിന് പകരം അവരെ കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ട് കാര്യങ്ങളൊക്കെ എൻഗേജിങ് ആയിട്ട് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ അവരുടെ ഭാവി പ്രതികൂലമായിട്ട് ബാധിക്കാതിരിക്കാൻ സാധിക്കും.